നമസ്കാരം. 2024 കറണ്ട് അഫയേഴ്സ് സീരീസിലെ ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് കരുതുന്നു. അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുക. ആവേശം ഒട്ടും കുറയാതെ മുമ്പോട്ട് പോവുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. 2024 ഏപ്രിലിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. ഉഷ്ണതരംഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ്. ഉഷ്ണതരംഗം, ശൈത്യതരംഗം, മഞ്ഞുവീഴ്ച, ഇതൊക്കെ കാലാവസ്ഥാ പ്രതിഭാസമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഉഷ്ണതരംഗം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അത് നല്ല ഒരു ചോദ്യമായിരിക്കും. 2024 ഏപ്രിലിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്, അല്ലേ? ഉഷ്ണതരംഗം നമുക്ക് തെറ്റത്തില്ല. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. അതേസമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് പുനലൂരാണെന്നും നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക, തെറ്റാതെ നോക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. 700 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം, 700 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം 2024 ഏപ്രിലിൽ കണ്ടെത്തുകയുണ്ടായി. എവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് ചോദ്യം. വട്ടെഴുത്ത് ലിഖിതം ഏതാണ്ട് AD 1500 1600 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ലിപി സമ്പ്രദായമാണ് ഏത്? വട്ടെഴുത്ത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ലിപി ഏതെന്നറിയാമോ? ബ്രഹ്മി ലിപിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ലിപിയാണ് ബ്രഹ്മി. ആ ബ്രഹ്മി ലിപിയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന മറ്റൊരു ലിപിയാണ് വട്ടെഴുത്ത് ലിപി. കേരളത്തിൽ വളരെ പ്രചാരമുണ്ടായിരുന്ന ഒരു ലിപിയാണ്. അപ്പോൾ ആ ലിപിയിൽ എഴുതിയ കാര്യങ്ങളാണ്, 700 വർഷം പഴക്കമുള്ള ലിഖിതമാണ് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടെത്തിയത്. അത് എവിടെയാണ് കണ്ടെത്തിയത് എന്നുള്ളത് നല്ല ചോദ്യമായിരിക്കും. പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ 700 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം 2024 ഏപ്രിലിൽ കണ്ടെത്തിയത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ ചിറ്റടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ക്ഷേത്രത്തിലെ ബലിക്കല്ലിലാണ് ഈ ലിഖിതം കണ്ടെത്തിയത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. അടുത്ത ചോദ്യത്തിലോട്ട്. കേരളത്തിലെ ആദ്യ ഡബിൾ ഡക്കർ ട്രെയിന് പരീക്ഷണ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയത് ഏതു മുതൽ ഏതുവരെയാണ്? കേരളത്തിലെ ആദ്യ ഡബിൾ ഡക്കർ ട്രെയിന് പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയത് ഏതു മുതൽ ഏതുവരെയാണ് എന്ന് ചോദിച്ചാലും പാലക്കാട് മുതൽ പൊള്ളാച്ചി വരെയാണ്. ഏതു മുതലാണ്? പാലക്കാട് മുതൽ പൊള്ളാച്ചി വരെയാണ് കേരളത്തിലെ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിന് പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയത്. അപ്പോൾ അത് 3 കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെടുത്തി ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. നമുക്കറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു, അല്ലേ? 2024 ഏപ്രിലൊക്കെ ആയപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്തത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്തത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. അതൊരു ശ്രമമാണ്. അർഹരായിട്ടുള്ള എല്ലാ കുട്ടികളും, അതായത് ആ പ്രായമുള്ള എല്ലാ കുട്ടികളും വോട്ട് ചെയ്യും എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വോട്ടർ പട്ടികയിൽ അവരുടെ പേര് എന്ത് ചെയ്തു? ഉറപ്പിച്ചു, അല്ലെങ്കിൽ അവരുടെ പേര് എത്തിച്ചു. അതാണ് ആ പറഞ്ഞ കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ഉൾക്കൊള്ളിച്ച കേരളത്തിലെ ആദ്യ ജില്ല എന്ന ബഹുമതി ഏത് ജില്ലയ്ക്കാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയ്ക്കാണ്, അല്ലേ? ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ആദ്യത്തെ
ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ ട്രാൻസ് മുദ്ര എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയുടെ പേരെന്താണ്? ട്രാൻസ് മുദ്ര. ഇത് എവിടെയാണ് എന്നുള്ളതായിരിക്കും കുറച്ചുകൂടി നല്ല ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ് മുദ്ര സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? കോഴിക്കോടാണ്. എന്താണ് അതിൻ്റെ പേര്? ട്രാൻസ് മുദ്ര അല്ലെ. നമ്മൾ പഠിച്ച വേറൊരു കാര്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം, ലോകത്തിലെ രണ്ടാമത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? അതും കോഴിക്കോടാണ്. ഇപ്പോഴും പറഞ്ഞത് എന്താണ്? കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ് മുദ്ര സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡർ സമ്മതിദായകരുള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡർ സമ്മതിദായകരുള്ളത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡർ സമ്മതിദായകരുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സൗഹൃദ പോളിംഗ് ബൂത്ത്, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സൗഹൃദ പോളിംഗ് ബൂത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വന്നത് അല്ലെങ്കിൽ അത് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതും തിരുവനന്തപുരത്താണ് അല്ലെ. ട്രാൻസ്ജെൻഡർ സമ്മതിദായകർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ഏത്? തിരുവനന്തപുരം അല്ലെ. ആ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ട്രാൻസ്ജെൻഡർ സൗഹൃദ പോളിംഗ് ബൂത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ, ഇന്ത്യയിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു നഗരസഭയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ നഗരസഭ ഏതെന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര നഗരസഭയാണ്. ഏത് നഗരസഭയാണ്? കൊട്ടാരക്കര നഗരസഭയാണ്. വേറൊരു ക്ലാസ്സിൽ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ 100% ഡിജിറ്റൽ സാക്ഷരതാ നഗരസഭ എന്ന ബഹുമതി നേടിയ നഗരസഭ ഏതാണ്? കൊട്ടാരക്കര നഗരസഭയാണ് അല്ലെ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന കേരളത്തിലെ നഗരസഭ ഏതാണ് എന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര നഗരസഭയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ നടന്നത് എവിടെ വച്ചാണ്? അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ എന്ന് കേൾക്കുമ്പോൾ ലോകത്തെവിടെയോ നടന്ന സംഭവമായിട്ട് നമുക്ക് തോന്നും. അല്ല, കേരള ടൂറിസം വകുപ്പ്, കേരളത്തിലെ ടൂറിസം വകുപ്പ് 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ നടത്തിയത് എവിടെ വെച്ചാണ് എന്നാണ് ചോദ്യം. സർഫിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, തിരമാലകൾ, കടലുമായി ബന്ധപ്പെട്ട ഒരു അഭ്യാസ പ്രകടനമാണ് സർഫിംഗ് എന്ന് പറയുന്നത്. ഒരു ബോർഡിലുള്ള അഭ്യാസ പ്രകടനമാണ് അല്ലെ. അപ്പോൾ 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ വർക്കലയിലാണ്. വർക്കല എന്ന് പറയുന്നത് അറിയാലോ, വളരെ പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ ഒരു ബീച്ചാണ്. ഏത്? വർക്കല. അപ്പോൾ 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ കേരള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ബീച്ചിലാണ് എന്ന് ചോദിച്ചാൽ വർക്കലയിലാണ്. ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2024 ഏപ്രിലിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ISPS കോഡ് ലഭിച്ച കേരളത്തിലെ തുറമുഖം ഏതാണ്? ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഏജൻസിയാണ് ഏത്? മാരിടൈം ഓർഗനൈസേഷൻ. അപ്പോൾ 2024 ഏപ്രിലിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ
ISPS കോഡ് ലഭിച്ച കേരളത്തിലെ തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞം തുറമുഖമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ISPS കോഡ് അല്ലെങ്കിൽ ISPS കോഡ് സർട്ടിഫിക്കേഷൻ എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് വളരെ സുഗമമായിട്ട് സുരക്ഷിതമായിട്ട് ഒരു കപ്പലിന് വന്ന് ചേരാവുന്നതും പോകാവുന്നതുമായിട്ടുള്ള തുറമുഖം എന്നുള്ള ആ ഒരു സർട്ടിഫിക്കേഷനാണ് ഏത് ISPS കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ISPS അതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് അല്ലെ. ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ്. സെക്യൂരിറ്റി അതായത് സുരക്ഷിതത്വം. ഒരു തുറമുഖത്തിന് സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുള്ളൂ, ലഭിക്കുള്ളൂ. അപ്പോൾ 2024 ഏപ്രിലിൽ വേൾഡ് മാരിടൈം ഓർഗനൈസേഷന്റെ ISPS കോഡ് ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം. നമ്മുടെ കൊല്ലം തുറമുഖത്തിന് ISPS കോഡ് ലഭിച്ചിട്ടുണ്ട്. ബേപ്പൂർ തുറമുഖത്തിന് ISPS കോഡുണ്ട്. അഴീക്കൽ തുറമുഖത്തിന് ISPS കോഡുണ്ട്. പക്ഷെ 2024 ഏപ്രിലിൽ ഈ പറഞ്ഞ ISPS കോഡ് ലഭിച്ച കേരളത്തിലെ തുറമുഖം എന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം തുറമുഖമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരാം. ഈ അടുത്ത കാലത്ത് അതായത് 2024 ഏപ്രിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പൊക്കെ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ വളരെ തീവ്രമായിട്ടുള്ള കടലാക്രമണം നടക്കുകയുണ്ടായി. പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള കടലാക്രമണം ഉണ്ടായി. അതിന് കാരണമായിട്ടുള്ള പ്രതിഭാസമാണ് കള്ളക്കടൽ പ്രതിഭാസം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും: 2024 തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശത്ത് എന്തുണ്ടായി? കടുത്ത കടലാക്രമണം ഉണ്ടായി. അതിന് കാരണമായിട്ടുള്ള കാലാവസ്ഥാ പ്രതിഭാസം എന്താണ് എന്ന് ചോദിച്ചാൽ കള്ളക്കടൽ പ്രതിഭാസമാണ്. കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള വേലിയേറ്റമാണ്. വേലിയിറക്കം നമുക്കറിയാം. അതിന് ചില കാരണങ്ങളും അതിന് ചില സമയമൊക്കെ ഉണ്ട്. പക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന വേലിയേറ്റമാണ് ഏതെന്നറിയപ്പെടുന്നത്? കള്ളക്കടൽ പ്രതിഭാസം എന്നറിയപ്പെടുന്നത്. അതാണ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശത്ത് കടുത്ത കടലാക്രമണത്തിന് ഈ അടുത്ത കാലത്ത് കാരണമായത്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ലിറ്റ്സിയ വാഗമണിക എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാലോ? ലിറ്റ്സിയ വാഗമണിക എന്ന് പറയുന്നത് പുതിയ ഇനത്തിലുള്ള ഒരു സസ്യമാണ്. ഏത്? ലിറ്റ്സിയ വാഗമണിക. ഈ പുതിയ ഇനത്തിലുള്ള സസ്യം കണ്ടെത്തിയത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ പറഞ്ഞ ചോദ്യത്തിൽ തന്നെയുണ്ട്. വാഗമൺ. എവിടെ നിന്നാണ്? വാഗമൺ. അപ്പോൾ എന്താണ് ലിറ്റ്സിയ വാഗമണിക എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് വാഗമണ്ണിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ഏത്? ലിറ്റ്സിയ വാഗമണിക. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തുമ്പി ഇനങ്ങൾ കാണപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? ചോദ്യം എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ തുമ്പി ഇനങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ശന്തുരുണി വന്യജീവി സങ്കേതം, അല്ലെ? അത് ഏത് ജില്ലയിലാണെന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്, അല്ലെ? പരീക്ഷയ്ക്ക് അല്ലാതെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ശന്തുരുണി വന്യജീവി സങ്കേതം. അപ്പോൾ ആ വന്യജീവി സങ്കേതത്തിലാണ് ഏറ്റവും കൂടുതൽ തുമ്പി ഇനങ്ങൾ കേരളത്തിൽ ഉള്ളത്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് എന്ന് ചോദിച്ചാലോ? രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ശന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഐ സി ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനി ഏതാണ്? ഇന്റൽ ആണ്, അല്ലെ? ലോകത്തെ ഏറ്റവും കൂടുതൽ ഐ സി ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇന്റൽ. ഇവിടെ ഇപ്പം അത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഈ അടുത്ത കാലത്തായിട്ട് ഇന്റലിൻ്റെ ഇന്ത്യൻ റീജിയൻ മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടത് ഒരു മലയാളിയാണ്.
ഇന്റൽ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കമ്പനി, അതായത് IC ചിപ്പുകളുടെ നിർമ്മാണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഒരു കമ്പനി, ആ കമ്പനിയുടെ ഇന്ത്യൻ റീജിയൻ മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടത് ഒരു മലയാളിയാണ്. ആരാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സന്തോഷ് വിശ്വനാഥൻ. പേരെന്താണ്? സന്തോഷ് വിശ്വനാഥൻ. അപ്പോൾ അത് ഓർത്തു വയ്ക്കണം അല്ലേ. IT-യുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി AI അല്ലേ, ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ലോകത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അതിന് കൊടുത്തിരിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഡെവിൻ AI. ഡെവിൻ AI എന്നാണ് ലോകത്തിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക്, അതായത് AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് കൊടുത്തിരിക്കുന്ന പേര്. അത് ഇത്തിരി പഴയ കാര്യമാണ്. ഇപ്പോൾ പുതിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതിന് നൽകിയിരിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ ദേവിക എന്നുള്ളതാണ്. അപ്പോൾ ഡെവിൻ AI എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയിരിക്കുന്ന പേരാണെങ്കിൽ ദേവിക എന്നത് ഇന്ത്യയിലെ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയിരിക്കുന്ന പേരാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദേവിക എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ സൃഷ്ടിച്ചത് തൃശ്ശൂരുകാരൻ ഒരു മലയാളിയാണ്. ആരെന്ന് ചോദിച്ചാൽ മുഫീദ് VH. ആരാണ്? മുഫീദ് VH. അപ്പോൾ അതുകൂടി അവിടെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാം ആടുജീവിതം എന്ന കൃതി രചിച്ചത് ആരാണ്? അത് ബെന്യാമീനാണ് അല്ലേ. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന കൃതിയെ ആസ്പദമാക്കി ഈ അടുത്ത കാലത്ത് ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു. അതേ പേരിൽ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിച്ച ആ ഒരു സിനിമ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിൻ്റെ സംവിധായകൻ ആരാണ്? അതിൻ്റെ സംവിധായകൻ ബ്ലസ്സിയാണ്. അതിൻ്റെ സംവിധായകൻ ബ്ലസ്സിയാണ് അല്ലേ. അദ്ദേഹം ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ അനുഭവങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു പുസ്തകം രചിച്ചിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ജീവിതം ആടുജീവിതം ഓർമ്മകളിലെ മരുക്കാറ്റ്. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അവിടെ മരുഭൂമിയിൽ അദ്ദേഹം അനുഭവിച്ച യാതനകളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കൃതിയാണ് ജീവിതം ആടുജീവിതം ഓർമ്മകളിലെ മരുക്കാറ്റ് എന്ന കൃതി രചിച്ചതാരെന്ന് ചോദിച്ചാൽ ബ്ലസ്സിയാണ്. ഓർത്ത് വയ്ക്കണം. ശരി, ഇനി അടുത്ത ഒരു പോയിന്റിലോട്ട് വരാം. നമ്മൾ സാഹിത്യ സംബന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് 2024 ഏപ്രിലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗത്വം രാജിവെച്ച മലയാളി ആരാണ്? 2024 ഏപ്രിലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗത്വം രാജിവെച്ച മലയാളി സാഹിത്യകാരൻ ആരാണ് എന്നുള്ളത് നല്ല ചോദ്യമായിരിക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഒരുപാട് രാഷ്ട്രീയ കൈകടത്തലുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം അംഗത്വം രാജിവെച്ചത്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗത്വം രാജിവെച്ചത്. അപ്പോൾ ആ രാജിവെച്ച മലയാള സാഹിത്യകാരൻ ആരെന്ന് ചോദിച്ചാൽ C. രാധാകൃഷ്ണനാണ്. ആരാണ്? C. രാധാകൃഷ്ണൻ. C. രാധാകൃഷ്ണൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 കൃതികൾ ഒന്ന് പരിചയപ്പെട്ടു വയ്ക്കുക. കലാസാഹിത്യം സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് PSC പരീക്ഷകളുടെ സിലബസിൽ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമായതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വയ്ക്കുക. തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ്. തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ കൃതിയാണ്. ഈ കൃതി രചിച്ചതാരെന്നറിയാമോ? C. രാധാകൃഷ്ണനാണ്. അതുപോലെ മറ്റൊരു കൃതി മുൻപേ പറക്കുന്ന പക്ഷികൾ, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് വായിക്കപ്പെട്ട ഒരു കൃതിയാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ. സ്പന്ദനമാപികളെ നന്ദി, സ്പന്ദനമാപികളെ നന്ദി. ഈ പറഞ്ഞ കൃതികളൊക്കെ രചിച്ച ആളാരാണ്? C. രാധാകൃഷ്ണനാണ്. അപ്പോൾ C. രാധാകൃഷ്ണൻ്റെ ഒരുപാട് കൃതികളുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം, മുൻപേ പറക്കുന്ന പക്ഷികൾ, സ്പന്ദനമാപികളെ നന്ദി. C. രാധാകൃഷ്ണന്റെ കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ
ഇടപെടലിനെ തുടർന്ന് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗത്വം രാജിവെച്ച സാഹിത്യകാരൻ ആരെന്ന് ചോദിച്ചാൽ സി രാധാകൃഷ്ണനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2024 ഏപ്രിലിൽ മരണപ്പെട്ട PG ജോർജ് ഏത് മേഖലയിൽ പ്രശസ്തനാണ്? 2024 ഏപ്രിലിൽ മരണപ്പെട്ട PG ജോർജ് ഏത് മേഖലയിൽ ശ്രദ്ധേയനാണ്? KG ജോർജ് എന്നല്ല പറഞ്ഞത്, PG ജോർജ് അല്ലെ. 2023 മരണപ്പെട്ട മലയാളത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ചലച്ചിത്ര സംവിധായകനാണ് KG ജോർജ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പറഞ്ഞത് PG ജോർജിന്റെ കാര്യമാണ്. അപ്പോൾ 2024 ഏപ്രിലിൽ മരണപ്പെട്ട PG ജോർജ് ഏത് മേഖലയിൽ പ്രശസ്തനാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഫുട്ബോൾ താരമായിരുന്നു. ആരാണ്? ഫുട്ബോൾ താരമായിരുന്നു PG ജോർജ്. കേരള ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിരുന്നു. കേരള ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? PG ജോർജ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ 2024 ഏപ്രിലിൽ മരണപ്പെട്ട പാലിയത്ത് രവിയച്ചൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം കേരളത്തിലെ ക്രിക്കറ്റ് താരമായിരുന്നു. മുൻ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനൊക്കെ ആയിരുന്നു ആര്? പാലിയത്ത് രവിയച്ചൻ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. PG ജോർജ് ഫുട്ബോൾ താരമായിരുന്നു, പാലിയത്ത് രവിയച്ചൻ ക്രിക്കറ്റ് താരമായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. 2023 ഹോക്കി ഇന്ത്യ അവാർഡ് നേടിയ ഗോൾ കീപ്പർ. ഹോക്കി ഇന്ത്യ അവാർഡ് എന്തായാലും ഹോക്കി മേഖലയുമായി ബന്ധപ്പെട്ടവർ കൊടുക്കുന്ന പുരസ്കാരമാണ് അല്ലെ. 2023 ഹോക്കി ഇന്ത്യ അവാർഡ് മികച്ച ഗോൾ കീപ്പർക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക് തെറ്റ് വരത്തില്ല. PR ശ്രീജേഷ് അല്ലെ. മുൻ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനും മലയാളിയും ഒക്കെയാണ് ആര്? PR ശ്രീജേഷ്. അപ്പോൾ 2023 ഹോക്കി ഇന്ത്യ അവാർഡിന് അർഹനായ മികച്ച ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ അവാർഡിന് അർഹനായിട്ടുള്ളത് ആരെന്ന് ചോദിച്ചാൽ PR ശ്രീജേഷ് ആണ്. അതുപോലെ മികച്ച ഹോക്കി പുരുഷ താരത്തിനുള്ള പുരസ്കാരം, മികച്ച ഹോക്കി പുരുഷ താരത്തിനുള്ള 2023 ഹോക്കി ഇന്ത്യ അവാർഡ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അത് ഹാർദിക് സിംഗിനാണ്. 2023 ഹോക്കി ഇന്ത്യ അവാർഡ് മികച്ച പുരുഷ താരത്തിന് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ഹാർദിക് സിംഗിനാണ്. അതുപോലെ മികച്ച വനിതാ താരത്തിന്, ഹോക്കിയിലെ മികച്ച വനിതാ താരത്തിന് പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ സലീമ ടെറ്റയ്ക്കാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം 2024 വനിതാ 2020 വേൾഡ് കപ്പ് നടക്കാൻ പോവാണ് അല്ലേ. ICC വനിതാ 2020 വേൾഡ് കപ്പ് നടക്കാനായിട്ട് പോവാണ്. അത് ഒക്ടോബറിലാണ് നടക്കുന്നത്. 2024 ICC 2020 വനിതാ വേൾഡ് കപ്പിന്റെ വേദി ഏതാണ്? ബംഗ്ലാദേശാണ്. ICC 2020 വനിതാ വേൾഡ് കപ്പിന്റെ വേദി ഏതാണ്? ബംഗ്ലാദേശാണ് അല്ലെ. ബംഗ്ലാദേശ് വെച്ചിട്ട് ഒക്ടോബർ മുതൽ വേൾഡ് കപ്പ് ആരംഭിക്കും, വനിതാ വേൾഡ് കപ്പ് ആരംഭിക്കും. ആ വനിതാ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിലെ അംഗങ്ങളെ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ മലയാളികളായിട്ടുള്ള 3 പേര് ഈ ടീമിൽ ഇടം പിടിച്ചു. ആ 3 പേർ ആരൊക്കെയെന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഒന്ന് മിന്നുമണി, നിങ്ങൾക്ക് പരിചയമുണ്ട്. ആദ്യമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ വനിതയാണ് മിന്നുമണി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മിന്നുമണി ഈ പറഞ്ഞ 2020 വേൾഡ് കപ്പിൻ്റെ ഇന്ത്യൻ ടീമിലെ അംഗമായിട്ടുള്ള മലയാളിയാണ്. വേറൊരു മലയാളി സജന സജീവൻ, വേറൊരു മലയാളി ആശാ ശോഭന. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ICC 2020 വനിതാ വേൾഡ് കപ്പ് അതിൻ്റെ വേദി ബംഗ്ലാദേശ്. അപ്പോൾ ആ പറഞ്ഞ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളികൾ ആരൊക്കെ എന്നുള്ളതാണ്. മിന്നുമണിയുണ്ട്, സജന സജീവനുണ്ട്, ആശാ ശോഭനയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, IPL ടീമുകളുണ്ട് അല്ലെ. ഇന്ത്യയിലെ IPL ക്രിക്കറ്റ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. IPL ടീമുകളുണ്ട്. IPL വനിതാ ടീമും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ അടുത്ത കാലത്ത് IPL വനിതാ ക്രിക്കറ്റ് ലീഗിൽ കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിന്നുമണി ഏത് IPL ടീമിലാണ് കളിക്കുന്നത് എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അങ്ങനെ ചോദിച്ചാൽ ഡൽഹി ക്യാപിറ്റൽസ് എന്ന് പറയുന്ന IPL ടീമിന് വേണ്ടിയിട്ടാണ്
ടീമിലാണ് മലയാളിയായിട്ടുള്ള മിന്നുമണി കളിക്കുന്നത്. അതുപോലെ സജ്ന സജീവൻ ഏത് IPL ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നതെന്ന് ചോദിച്ചാൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ് ആര് കളിക്കുന്നത്? സജ്ന സജീവൻ കളിക്കുന്നത്. അതുപോലെ ആശാ ശോഭന ഏത് ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയിട്ടാണ് ആശാ ശോഭന കളിക്കുന്നത്. ഈ തവണ IPL കിരീടം, വനിതാ കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ആ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ് ആര്? ആശാ ശോഭന. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്, ICC 2020 വനിതാ വേൾഡ് കപ്പിൻ്റെ വേദിയാണ് ബംഗ്ലാദേശ്. അതേസമയം ICC 2020 മെൻസ് വേൾഡ് കപ്പിൻ്റെ വേദി നമ്മൾ പഠിച്ചതാണ്. അത് നടക്കുന്നത് USA-ലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നോക്കുക. 2024 തന്നെയാണ് ICC 2020 മെൻസ് വേൾഡ് കപ്പ് നടക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റിലോട്ട് വരാം. റിസർവ് ബാങ്കിൻ്റെ നവതി ആഘോഷം അല്ലെ. റിസർവ് ബാങ്ക് സ്ഥാപിക്കപ്പെട്ടത് 1935-ലാണെന്നറിയാം. റിസർവ് ബാങ്കിൻ്റെ നവതി ആഘോഷത്തിന് 2024 തുടക്കമായി. അപ്പോൾ ഈ നവതി ആഘോഷം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? 90 വർഷം. റിസർവ് ബാങ്ക് സ്ഥാപിക്കപ്പെട്ടിട്ട് 90 വർഷമാകാനായിട്ട് പോകുന്നു. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു നാണയം റിസർവ് ബാങ്ക് പുറത്തിറക്കി. റിസർവ് ബാങ്കിൻ്റെ നവതി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നാണയം റിസർവ് ബാങ്ക് പുറത്തിറക്കി. എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? നവതി ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയത് എന്ന് ചോദിച്ചാൽ 90 രൂപയുടെ നാണയമാണ്. എത്ര രൂപയുടെ? 90 രൂപയുടെ നാണയം അല്ലെ. നവതി ആഘോഷം 90 വർഷം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. റിപ്പോ നിരക്ക്. എന്താണ് റിപ്പോ നിരക്ക്? റിസർവ് ബാങ്കിൽ നിന്ന് മറ്റു ബാങ്കുകൾ എന്ത് ചെയ്യാറുണ്ട്? വായ്പകൾ സ്വീകരിക്കാറുണ്ട് അല്ലെ. റിസർവ് ബാങ്കിൽ നിന്ന് മറ്റു ബാങ്കുകൾ വായ്പകൾ സ്വീകരിക്കാറുണ്ട്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് വായ്പകൾ മറ്റു ബാങ്കുകൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ വായ്പ കൊടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന ഒരു പലിശയുണ്ട്. ആ പലിശയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പലിശ നിരക്ക് അല്പം കൂടുതലാണ്. അതായത് റിസർവ് ബാങ്ക് ബാങ്കുകളിൽ നിന്ന് വാങ്ങിക്കുന്ന പലിശ നിരക്ക് അല്പം കൂടുതലാണ്. ഈ പറഞ്ഞ റിപ്പോ നിരക്ക് കുറയ്ക്കുമോ എന്നാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അറിയേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ബാങ്കിൽ പോയിട്ട് വായ്പ എടുക്കും. നമുക്ക് റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ സാധാരണ ബാങ്കിൽ പോയിട്ട് വായ്പ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പലിശ കുറഞ്ഞിരിക്കും. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും കുറച്ച് കാലമായിട്ട് റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. റിസർവ് ബാങ്ക് നിലവിൽ ഈടാക്കുന്ന റിപ്പോ നിരക്ക് എത്രയാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. 6.5%. നിലവിൽ റിസർവ് ബാങ്ക് ഈടാക്കിക്കൊണ്ടിരിക്കുന്ന റിപ്പോ നിരക്ക് എത്രയാണെന്ന് മനസ്സിലാക്കണം. എത്രയാണ്? 6.5%. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇതിനകത്ത് ഒരു കാര്യം പോലും വിട്ട് കളയാനായിട്ട് ഇല്ല. എല്ലാ കാര്യങ്ങളും ഹൃദിസ്ഥമാക്കാനായിട്ട് ശ്രമിക്കുക. ഈ ക്ലാസ് പൂർണ്ണമല്ല. ഏപ്രിൽ മാസത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.